ബിയനാസ്കർ ബിയനാസ്കറുടെ 2 കൊലപാതകങ്ങൾ, അതിൽ രണ്ടാമത്തെ കൊല പ്രതികാരക്കൊലയിൽ ഉള്ള പ്രതികൾക്ക് തൂക്കുകയർ വളരെ പെട്ടെന്ന് നടപ്പാക്കുന്നു. അതിന് കാരണമായ ആദ്യ കൊലപാതകത്തിലെ പ്രതികൾ ജാമ്യത്തിലുണ്ടാകുന്നു എന്ന് പറയുന്നത് സമൂഹത്തിലുണ്ടാക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുപേരുടെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കില്ലേ? ആ അസ്വസ്ഥത വീണ്ടും ആയുധമെടുക്കാൻ ആരെങ്കിലും പ്രേരിപ്പിച്ച ഉത്തരവാദി ആരാണ് ശ്രീ ബിയനാസ്കർ? അശ്മി, നമുക്ക് സ്വാഭാവികമായും ഈ ഒരു ഡിലേ ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്നൊരു തോന്നൽ ഉളവാകുമ്പോൾ നമുക്ക് ഇക്കാര്യത്തിൽ അങ്ങനെയൊക്കെ സംശയങ്ങൾ ഉയർത്തുന്നതിനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ വസ്തുത എന്താ? 82 83 ദിവസങ്ങൾ കൊണ്ട് പോലീസിന്റെ നടപടിക്രമം പൂർത്തീകരിച്ചു. പിന്നെ ചെയ്യേണ്ടത് കോടതികളാണ്. ആ കോടതികളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വേണമെന്ന് അപേക്ഷ കൊടുക്കുമ്പോൾ ആദ്യ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പിൻവാങ്ങുന്നു. അതിനുശേഷം വീണ്ടും രണ്ടാമത് അപേക്ഷ കൊടുക്കുന്നു, രണ്ടാമത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പിൻവാങ്ങുന്നു. അതൊരു സാങ്കേതികമായി സംഭവിച്ചിട്ടുള്ള പിഴവ് മാത്രമാണ്. പോലീസിന്റെയോ ആഭ്യന്തര വകുപ്പിന്റെയോ യാതൊരു ഇടപെടലും ഇക്കാര്യത്തിലില്ല. സമ്മർദ്ദത്തോട് പിന്മാറുകയാണ്. ഇതുപോലെ പ്രധാനപ്പെട്ട, ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ ആദ്യ 2 പ്രോസിക്യൂട്ടർമാർ അവരുടെ സമ്മതമില്ലാതെ കേസ് ഏറ്റെടുക്കില്ലല്ലോ. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം 2 പേർ കേസ് ഏറ്റെടുക്കുന്നു. കേസ് ഏറ്റെടുക്കുന്നതിന് ശേഷം സമ്മർദ്ദത്തോട് അവരങ്ങ് പിന്മാറിപ്പോവുകയാണ്. ഇപ്പം മധു കേസിൽ സംഭവിച്ചത് അവർക്ക് അവിടെ സൗകര്യമില്ല, മതിയായ സൗകര്യം ഒരുക്കി കൊടുക്കാൻ സർക്കാർ സംവിധാനം തയ്യാറായില്ല എന്നതാണ് അവരുടെ ആവശ്യം. ഇവിടെ ആ പ്രശ്നമില്ലല്ലോ. ഇവിടെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാതെ 2 പ്രോസിക്യൂട്ടർമാർ സർക്കാരിന്റെ പക്കൽ എടുക്കാനില്ലേ എന്ന് ഷാബി ചോദിക്കുന്നു. അതിന് മറുപടി എന്താണ്? അത് ഓപ്റ്റ് ചെയ്യേണ്ടത് ബന്ധുക്കളാണ്. ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അപ്പോയിന്റ് ചെയ്ത നടപടിക്രമം അറിയാത്തത് കൊണ്ടാണ് ഷാബു ഇപ്പൊ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അവിടെ ഒരു ജില്ലാ പ്രോസിക്യൂട്ടർ ഉണ്ട്. ആ ജില്ലാ പ്രോസിക്യൂട്ടർ മതി എന്ന് കുടുംബം പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോ അതിന്റെ ട്രയൽ തീരുമായിരുന്നു. എന്ത് ചെയ്തു? ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണം, അത് നിശ്ചയമായി അവരുടെ അവകാശമാണ്. അവർ അപേക്ഷ കൊടുത്തു, അതിൽ അപ്പോയിന്റ് ചെയ്ത അഡ്വക്കേറ്റ് അതിൽ സ്ട്രോങ് ആയി നിൽക്കുന്നതിനുള്ള ധൈര്യം കാണിച്ചില്ല, പിൻവാങ്ങിയപ്പോ ഒരുപക്ഷെ അദ്ദേഹത്തിന് മറ്റു തണ്ടല്ലുറപ്പുള്ള ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിങ്ങളുടെ സർക്കാരിന് ഈ നാട്ടിൽ കിട്ടാനില്ലേ? ഞങ്ങളുടെ സർക്കാർ അല്ല സാർ നിയമിക്കുന്നത്. അങ്ങേടുത്ത് ഞാൻ പറഞ്ഞു, മനസ്സിലായില്ലേ? സ്പെഷ്യൽ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് വിക്ടിമിന്റെ ബന്ധുക്കളുടെ ആവശ്യപ്രകാരം ചെയ്യുന്നതാണ്. അവരാവശ്യപ്പെട്ട പ്രകാരം, ബന്ധുക്കൾ ആവശ്യപ്പെടുന്ന പ്രകാരം സർക്കാരാണല്ലോ അപ്പോയിന്റ് ചെയ്യുന്നത്. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? അല്ല, അറിയാത്ത കാര്യം അല്ല. ഇപ്പൊ എന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യണമെന്ന് ശ്രീ സലീം അപേക്ഷ കൊടുത്താൽ എന്റെ കൺസെന്റ് ലെറ്ററോട് കൂടിയാണ് അപേക്ഷ സർക്കാരിലേക്ക് പോകുന്നത്. ഹോം ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഈ ദുഃഖിതനായ ഈ പിതാവിന്റെ കുഴപ്പം കൊണ്ടാണെന്നാണോ? കൊള്ളാവുന്ന പ്രോസിക്യൂട്ടറെ കണ്ടുപിടിക്കേണ്ടത് അവരുടെ ചുമതലയാണ്. എന്താണോ നിങ്ങൾ വെറുതെ വിവരം ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്ന വിവരക്കേട് പറയല്ലേ? വിവരക്കേടാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ ആളുതാമസം ഇല്ലാത്തതിന്, ഇത് കോമൺ സെൻസ്. നിങ്ങളുടെ തലയിൽ ആളുതാമസം ഇല്ലാത്തതിന് നിയമത്തെ കുറിച്ച് എന്തിനെ കുറിച്ച് അഭിപ്രായം പറയാതെ ഷാബു പ്രസാദ്, നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല. അറിയുന്ന ആൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കുക. ഇതേപോലെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ മറ്റേ കേസിലും ഉണ്ടായിരുന്നു, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. ചോദിക്കേ, സർക്കാരല്ല നിശ്ചയിക്കുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഒരാള് പബ്ലിക് പ്രോസിക്യൂട്ടർ, ആരാവണം പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ സ്പെഷ്യൽ ഷാപ്രസാദ് കുടുംബത്തിന്റെ താല്പര്യമാണ് ഞാൻ പറഞ്ഞ. അല്ല, മധു കേസിലും അതിനാണ് സംഭവിച്ചത്. മധു കേസിലും മധുവിന്റെ കുടുംബം പറയുന്ന കൊടുക്കലാണ്. മധുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് അവരുടെ അനുവാദത്തോടു കൂടി സർക്കാർ നിയമിക്കലാണ്. അങ്ങനെയാണ്, ശരിയാണ്. ഹാഷ്മി, എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ഈ കുടുംബത്തിന് അവർക്ക് നിയമപരമായ കാര്യങ്ങളെ പറ്റി അറിയില്ല. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വേണമെന്ന് പറയുന്നു. അതിന് വേണ്ട ഉപദേശങ്ങളും അല്ലെങ്കിൽ അതിന് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിന് ഉറപ്പായും ഉണ്ട്. ഹസ്കർ ഇപ്പൊ ഒരു കുടുംബം, ആ ബന്ധുക്കൾ പറയുന്ന ഒരു പ്രോസിക്യൂട്ടർ പേടിച്ച് മുട്ടുപറച്ച് പിന്മാറാതിരിക്കാനുള്ള ഒരു സംവിധാനം സർക്കാരിന്റെ പക്കലില്ലെന്ന് എന്റെ ചോദ്യം. അതൊരു പരിഹാരം സർക്കാരിന്റെ പക്കലില്ലെന്നാണ് ചോദ്യം. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഇല്ല എന്നാണ് ചോദ്യം. ഇപ്പൊ നാളെ PPR മാറുകയാണ്, എന്ത് ചെയ്യും? അല്ല, നമ്മൾ ജീവിക്കുന്ന വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആക്ട് അടക്കം ഉള്ള ഒരു നാട്ടിലാണ്. അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഒരു കേസിന്റെ ഭാഗമായി ചർച്ചയ്ക്ക് പോയ അഡ്വക്കേറ്റ് ബദറുദ്ദീനെ പോലുള്ള 10 കൊല്ലം നീണ്ടു ആ കേസിന്റെ വിധി വരെ. അപ്പോ അതും ഒരു അഭിഭാഷകനായിരുന്നു. സ്വാഭാവികമായി നമ്മുടെ നിയമത്തിന്റെ നീതിന്യായ സംവിധാനത്തിന്റെ കാലതാമസം പല ഘട്ടങ്ങളിലുണ്ട്. ഇവിടെ ഷാന്റെ കേസിൽ സംഭവിച്ചത് 2 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ. സർക്കാർ അഭിഭാഷകനായിരുന്നെങ്കിൽ അങ്ങനെ മാറാൻ കഴിയില്ല. കാര്യം അയാളെ 3 കൊല്ലത്തെ സേവന വേതന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ അപ്പോയിന്റ് ചെയ്തതാണ്. അയാൾക്ക് ആ കേസിൽ നിന്ന് പിൻവാങ്ങാനൊന്നും പറ്റില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ?
സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചു. അതായത് മധുവിന്റെ കേസിൽ അത് ഹസ്കർ ചോദിക്കുന്നത് കൊള്ളാവുന്ന ഒരു അഡ്വക്കേറ്റിനെ കൊണ്ടുവരേണ്ടത് ആ കുടുംബത്തിന്റെ ജോലിയായിരുന്നു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കൊണ്ടുവരേണ്ടത് ആ കുടുംബത്തിന്റെ ജോലിയായിരുന്നു. ഹസ്കർ പ്രോസിക്യൂട്ടർമാരിൽ മുട്ടുപറക്കാത്തവർ ആരൊക്കെയാണ് എന്ന് സർക്കാരിന് വിലയിരുത്തലില്ല എന്ന് പറഞ്ഞാൽ സങ്കടകരമാണ്. പ്രോസിക്യൂട്ടർമാരിൽ മുട്ടുപറക്കാത്തവരില്ല. ഇപ്പൊ ബന്ധുക്കൾ പറയും ഇന്ന ആളെന്ന് പറയുകയാണ്. അപ്പൊ സർക്കാർ പറഞ്ഞു കൊടുക്കാൻ പറ്റണം, ഇയാൾ പേടിത്തൊണ്ടനാണ്, ഇയാൾ പിന്മാറും എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഹസ്കർ, അങ്ങനെ ഒരു സംവിധാനം സർക്കാരിനില്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ബന്ധുക്കൾ പറയുകയാണ് ഈ അഡ്വക്കേറ്റ് അജയനെ നിയമിക്കൂ എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷനിൽ മാത്രമാണ് ഉറച്ചു നിന്നുകൊണ്ടാണ് കോടതി സർക്കാർ ഹോം ഡിപ്പാർട്ട്മെന്റ് ഓർഡർ ഇടുന്നത്. അങ്ങനെ ഓർഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശ്രീ സലീം ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം കാര്യങ്ങൾ പറയും. ആ രണ്ട് അഭിഭാഷകരെയും തീരുമാനിച്ചത് ബന്ധുക്കളുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന സർക്കാർ ഉത്തരവാദിത്തം ഒരു സംശയം കരുതില്ല.